അദ്ദേഹം ഒന്ന് കാണട്ടെ, ഒരു സഹകരിച്ചു കൊടുക്കുക, അതല്ലേ ശരി. ഇനി ഇറങ്ങരുത് കേട്ടോ. ഇന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചയാണ് ഇന്നലെ മമ്മൂട്ടി റഫീഖിനെ വഴക്ക് പറഞ്ഞത്. നമുക്ക് ആ വീഡിയോ കാണാൻ മനസ്സിലാകും, റഫീഖിനെ മമ്മൂട്ടി ഒരിക്കലും വഴക്ക് പറഞ്ഞതല്ല. അദ്ദേഹത്തിൻ്റെ സ്വയസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എപ്പോഴും എൻ്റെ പുറകെ നടക്കരുത്, കാരണം ഇത് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ മമ്മൂട്ടി വന്നതാണ് എന്നൊരു തോന്നൽ ജനങ്ങൾക്കുണ്ടാവും. അതിനു മുമ്പ് അദ്ദേഹം വണ്ടിയിലിരുന്ന് തന്നെ സംസാരിക്കുന്നുണ്ട്, ഞാനിവിടെ വന്നത് ജനങ്ങളിലെ, അതായത് സോഷ്യൽ ഫണ്ട് ഉപയോഗിച്ച് സർക്കാർ ചെയ്തിരിക്കുന്ന ഈ പ്രവൃത്തി കാണുന്നതിന് വേണ്ടിയാണ്, തികച്ചും സ്വകാര്യമായിട്ടാണ് അയാൾ വന്നിരിക്കുന്നത്. ഇത് ഇടത് സർക്കാരിൻ്റെ ഫണ്ടല്ല, ഇത് ജനങ്ങൾ പിരിച്ച ഫണ്ടാണ്. ജനങ്ങൾ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട്, അതായത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യമെന്ന് പറയുന്നത് വസ്ത്രം, പാർപ്പിടം, ഭക്ഷണമാണ്. എന്നാൽ അതിൽ പാർപ്പിടം ഇല്ലാത്ത ആളുകൾക്ക് ജനങ്ങൾ നൽകിയ ആ ഒരു ഫണ്ട് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ടൗൺഷിപ്പ് കാണുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത്. തികച്ചും സ്വകാര്യമാണെന്ന് അയാൾ പറയുന്നുണ്ട്. എന്നാൽ വന്ന സമയം മുതൽ തന്നെ മമ്മൂട്ടിയോടൊപ്പം റഫീഖുണ്ട്. റഫീഖ് വയനാട് ജില്ലാ LDFൻ്റെ ജില്ലാ സെക്രട്ടറിയായിട്ട് നിൽക്കുന്ന ആളാണ്. അദ്ദേഹം വലിയൊരു സോഷ്യൽ വർക്കറാണ്. വയനാട്ടിൽ ദുരന്തമുണ്ടായ കാലം മുതൽ തന്നെ അദ്ദേഹം ജനങ്ങളോടൊപ്പം കൈകോർത്ത് നിൽക്കുന്ന ഒരാളാണ്. എങ്കിൽ പോലും ഒരു തികച്ചും സാധാരണ ഒരു വ്യക്തി ആയിട്ടാണ് മമ്മൂട്ടി കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കാതെ അവിടെ വന്ന് ഈ ഒരു ടൗൺഷിപ്പ് കാണുന്നതിന് വേണ്ടി വന്നത്. എന്നാൽ ഇത് ചില പാർട്ടിക്കാർ ഇത് വലിയൊരു PR വർക്കായിട്ട് ഇത് ഏറ്റെടുത്തിരിക്കുന്നത്, അത് വലിയൊരു പബ്ലിസിറ്റി ആക്കിയിട്ട് വലിയൊരു സംഭവം ചെയ്തതുപോലെയാണ് LDF ഗവൺമെൻറ് ഇലക്ഷന് മുന്നോടിയായിട്ട് ഇതിനെ കാണിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, എല്ലാ പാർട്ടിക്കാരും ഇലക്ഷന് മുന്നോടിയായിട്ട് അവർ ചെയ്ത കാര്യങ്ങൾ ഹൈപ്പ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. എന്നാൽ LDF സർക്കാർ കുറേ കാലങ്ങളായിട്ട് നമുക്കറിയാം, ഒരിക്കലും കാണാത്ത രീതിയിലുള്ള വലിയ പബ്ലിസിറ്റി ചാനലുകളിൽ പരസ്യം നമുക്ക് കാണാം. ഉള്ള KSRTC ബസ്സുകൾ മുഴുവനും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഫോട്ടോ സഹിതമുള്ള പബ്ലിസിറ്റികൾ, ഇന്നത് ചെയ്തു, ഇതൊക്കെ ചെയ്തത് ഇത് സർക്കാരിൻ്റെ ഫണ്ടെന്ന് പറയുന്നത് ജനങ്ങളുടെ ഫണ്ടാണ്. അത് വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാരാണ് ഈ കഴിഞ്ഞ 10 വർഷമായി നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ 770 കോടിയോളം രൂപ ജനങ്ങൾ പിരിച്ച്, അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ കൊടുത്തിരുന്ന ഫണ്ട് കുറേ കാലം അതിൻ്റെ ഡെഡ് മണിയായിട്ട് അവിടെ തന്നെ കിടക്കുമായിരുന്നു. ഈ അവസാനം കുറേ നാളുകളിലാണ് ഓടിച്ചിട്ടുള്ള ഈ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഹൈപ്പ് ചെയ്ത് കാണിക്കുമ്പം ഇതൊരു PR വർക്ക് പോലെയാണ് ഇപ്പം LDF സർക്കാർ എടുത്ത് കാണിക്കുന്നത്. ഇപ്പം മമ്മൂട്ടിയെ ഇപ്പം കുറ്റപ്പെടുത്തിക്കൊണ്ട് ധാരാളം വീഡിയോ ഇന്ന് നേരം വെളുത്തപ്പം പോലെ നമ്മൾ സോഷ്യൽ മീഡിയ കാണുകയാണ്. പലരും സപ്പോർട്ട് ചെയ്തും തള്ളിപ്പറഞ്ഞു. അദ്ദേഹം ഒരു മനുഷ്യനാണ്, അദ്ദേഹം ഒരു സിനിമാ താരമാണ്, സിനിമാ നടനാണ്. അതിലുപരി അദ്ദേഹം ഒരു സാധാരണ എന്നെപ്പോലെ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്. അയാൾക്ക് അയാളുടെ സ്വകാര്യ ജീവിതമുണ്ട്, സ്വകാര്യ ലൈഫിൽ അദ്ദേഹം അവിടെ പേഴ്സണലി അദ്ദേഹം വന്ന് കാണാൻ വന്നപ്പം അയാളുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ ഇതൊരു PR വർക്കായിട്ട് ജനങ്ങൾ തെറ്റിദ്ധരിക്കും എന്നുള്ളൊരു ചിന്തയിൽ അദ്ദേഹത്തിൻ്റെ രീതിയിൽ, ശൈലിയിൽ അദ്ദേഹം പറഞ്ഞു എന്നുള്ളൂ. ക്യാമറ ഉണ്ടെങ്കിൽ അതിപ്പോൾ ചെവിച്ചെന്ന് പറയാനൊന്നും പോയില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ എപ്പോഴും എന്ത് ചെയ്യരുത്, നടക്കരുത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതിനെ കുറേ പാർട്ടി അടിമകൾ അത് ഹൈപ്പ് ചെയ്ത് മമ്മൂട്ടി ഒരു ധിക്കാരിയാണ്, അഹങ്കാരിയാണ്. അദ്ദേഹത്തിന് അഹങ്കാരം ഉണ്ടായിരിക്കും, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫാണ്. പക്ഷേ അതൊരു വലിയ സംഭവമായിട്ട് പറയേണ്ട കാര്യമില്ല, കാരണം ഇതൊരു ഒരു ഗവൺമെൻറ്റിൻ്റെയും PR വർക്ക് ചെയ്യേണ്ട കാര്യമല്ല. ഈ പറയുന്ന ഫണ്ടിന് നേരത്തെ തീർത്ത് വിടേണ്ട ഒരു പ്രൊജക്റ്റാണിത്. ഇപ്പോഴും പകുതിയായി തീർത്തിട്ടുള്ളൂ. ഏകദേശം 140ഓളം വീടുകളാണ്ട് ഇവർ ഇതുവരെ പണിതിട്ടുള്ളൂ, ഇനിയും കിടക്കുകയാണ്. അപ്പോൾ 400 വീടിൻ്റെ ബാക്കി പണികളും കിടക്കുകയാണ്. അപ്പം ഈ ഒരു കാര്യത്തെ നമ്മൾ സാധാരണ പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നത്, മമ്മൂട്ടി ചെയ്തിട്ട് തെറ്റായിട്ടൊന്നും എന്നെപ്പോലുള്ള വ്യക്തികൾക്ക്, സാധാരണക്കാരായിട്ടുള്ള എന്നെപ്പോലുള്ള ആളുകൾക്കൊന്നും തെറ്റായിട്ട് തോന്നുന്നില്ല. അയാളൊരു സ്ഥലത്ത് വന്നയാൾ, മമ്മൂട്ടി ഒരു വലിയൊരു നടനാണ്, ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ. എങ്കിൽ പോലും അതിനെ മുതലെടുക്കാൻ ചെന്നപ്പം അദ്ദേഹം പറഞ്ഞൊരു സംഭവമായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. എനിവേ വേറൊരു കാര്യങ്ങളും പറയാം. അദ്ദേഹം പറഞ്ഞതിൽ നമുക്കൊരു ഖേദമുണ്ട്, അത് ശരിയായില്ല. പബ്ലിക്കിൽ അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്തു പോലെ അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. അത് ശരിയായ രീതിയല്ല. എങ്കിലും ഇനിയെങ്കിലും PR വർക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മുതിരരുത്. അപ്പോൾ അതിനകത്തൊരു ഇൻസൾട്ട് സംഭവിച്ചാലും അത് പേഴ്സണലി അത് അനുഭവിക്കാൻ തയ്യാറായിട്ടും കൂടി ഇരിക്കണം. ഓക്കെ, അടുത്ത വീഡിയോയുമായി കാണാം. ഇതുവരേക്കും ബൈ ബൈ. അദ്ദേഹം ഒന്ന് കാണട്ടെ, ഒരു സഹകരിച്ചു കൊടുക്കുക, അതല്ലേ ശരി. ഇനി ഇറങ്ങരുത് കേട്ടോ. വണ്ടി എടുപ്പിച്ചു. കാണാൻ വേണ്ടി
ഒരു കമ്മ്യൂണിറ്റി ഹാള് വരുന്നുണ്ട്, ഒരു ഡിസാസ്റ്റർ മെമ്മോറിയല്. നിങ്ങൾ എന്റെ കൂടെ Yeah.